നാരായണീൻ്റെ മൂന്നാൺമക്കൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാരായണിയെയും അവരുടെ 3 ആൺമക്കളെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ചെറിയ സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. 3 ആൺമക്കൾ തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നാരായണിയുടെ പേരക്കുട്ടികളായ 2 പേരും ആൺമക്കളുടെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ ചിത്രത്തിൽ ഉണ്ട്. ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്തിരിക്കുന്ന നാരായണീൻ്റെ 3 ആൺമക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ജോബി ജോർജ് തടത്തിൽ ആണ്. അലൻസിയർ ലോപ്പസും ജോജു ജോർജും സുരാജ് വെഞ്ഞാറമ്മൂടുമാണ് നാരായണിയുടെ 3 മക്കളായ വിശ്വൻ, സേതു, ഭാസ്കരൻ എന്നിവരെ യഥാക്രമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാർഗി ആനന്ദനും തോമസ് മാത്യുവും എന്നിവരാണ് നാരായണിയുടെ പേരക്കുട്ടികളായ ആതിരയായും നിഖിൽ ആയും എത്തിയിരിക്കുന്നത്. സജിത മഠത്തിൽ അലൻസിയറിൻ്റെ ഭാര്യയായും ഷെല്ലി കിഷോർ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ജോഡിയായും എത്തുന്നു. നാരായണിയുടെ അവസാന നാളുകളിൽ മക്കൾ 3 പേരും വീട്ടിൽ ഒത്തുകൂടുന്നതായാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നീട് നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് ചിത്രത്തിൽ പിന്നീട് കാണാവുന്നത്. കോഴിക്കോടും കൊയിലാണ്ടി ഭാഗങ്ങളുമാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് BMH, കൊയിലാണ്ടി കോട്ട, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ തുടങ്ങിയവ ലൊക്കേഷനുകളായി ചിത്രത്തിൽ ഉണ്ടെങ്കിലും സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു തറവാട് വീടിൻ്റെ പരിസരങ്ങളിലും ഉൾവശങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് പല ഭാഗത്തും ഒരു ഇൻഡോർ സെറ്റപ്പ് ശൈലിയാണ് ഉള്ളത്. തിങ്കളാഴ്ച നല്ല ദിവസം, മഞ്ചാടിക്കുരു, എന്നെന്നും കണ്ണേട്ടൻ്റെ തുടങ്ങി കുടുംബക്കാരും സഹോദരങ്ങളും ഒത്തുചേരുന്ന തരത്തിലുള്ള ചിത്രങ്ങളുടെ ഓർമ്മകൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വരുന്നിരുന്നു. ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ പതിയെ പതിയെ റിവീൽ ചെയ്തുകൊണ്ടാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ കഥ പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ ഓരോരുത്തരും ഏത് തരക്കാരാണെന്നുള്ളത് പേരക്കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നിന്നും കാണിക്കുന്നതും ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും വഴക്കും മറ്റു വികാരങ്ങളും എല്ലാം തന്നെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയാണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മെല്ലെയാണ് ചിത്രം കഥ പറഞ്ഞു നീങ്ങുന്നതും. യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിന്നുകൊണ്ടാണ് ചിത്രം പോകുന്നതും. റിയലിസ്റ്റിക്കായി തന്നെ ഉണ്ടാക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മിതത്വവും ഒതുക്കവും ഉള്ളതായിരുന്നു. ഗാർഗിയും മാത്യുവും അവരുടെ വികാരങ്ങൾ പ്രേക്ഷകന് കിട്ടുന്ന തരത്തിൽ ഭംഗിയായി അവരവരുടെ കഥാപാത്രങ്ങൾ ചെയ്തതായി തന്നെ തോന്നി. അതുപോലെ തന്നെ സീനിയർ താരങ്ങൾ ഓരോരുത്തരും തന്നെ അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഓരോ റോളുകളും രംഗങ്ങളും കോമ്പിനേഷൻ രംഗങ്ങളും മനോഹരമാക്കി എന്ന് പറയാം. വളരെ ചെറിയ സ്കെയിലിൽ ആണ് ചിത്രം ഷൂട്ട് ചെയ്തതെന്നും കാണാം. കുടുംബങ്ങളിലെ ബന്ധങ്ങളുടെ ആഴം, വിവാഹ ബന്ധങ്ങൾ, ഒറ്റപ്പെടലുകൾ, വാർദ്ധക്യം, ഇന്റർകാസ്റ്റ് മാരേജ്, പ്രണയങ്ങൾ, കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ചിന്തകൾ, സാമ്പത്തിക അടിത്തറ, സ്വത്ത് പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ ഇടപെടലുകൾ തുടങ്ങി എല്ലാ ഘടകങ്ങളും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മരിക്കാറായ അമ്മയുള്ള ഒരു വീടിൻ്റെ പ്രതീതി തന്നെയാണ് ചിത്രത്തിനുള്ളതെങ്കിലും സംവിധായകൻ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്ന രീതി വ്യത്യസ്തമായി തന്നെ തോന്നി. ഒരു നാടകീയതയിലേക്ക് പല സ്ഥലത്തും വീണു പോകാവുന്ന പല രംഗങ്ങളും ചിത്രത്തിൽ കാണാമായിരുന്നു. പക്ഷേ സിനിമയുടെ അവതരണം കൊണ്ട് അതൊക്കെ കറക്റ്റായി വന്നതായി കാണാം. പലയിടങ്ങളിലും ഹ്യൂമറിൻ്റെ മേമ്പൊടി ചാലിച്ചാണ് ചിത്രം കടന്നു പോകുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ചില കഥാപാത്രങ്ങളുടെ സ്വഭാവ രീതികളും സരസമായി തന്നെയായിരുന്നു സംവിധായകൻ പറഞ്ഞു വെച്ചതെന്നും കാണാം. ഒരു പക്ക കൊമേഴ്ഷ്യൽ ചിത്രമായല്ല ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ആർട്ട് ഫിലിം ഗണത്തിലും അല്ല ചിത്രമുള്ളത് എന്നാണ് വ്യക്തിപരമായി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിമ്പിൾ പടം കാണുന്ന മൂഡിൽ ആസ്വദിക്കേണ്ട ചിത്രമായാണ് തോന്നിയത്. അങ്ങനെ പ്രതീക്ഷിച്ച് കയറേണ്ട പടമാണിത്. ഇൻ ഷോർട്ട്, വളരെ ചെറിയ സ്കെയിലിൽ എടുത്തിരിക്കുന്ന, ഡിസിപ്ലിൻഡായി സംവിധാനം ചെയ്ത് ആർട്ടിസ്റ്റുകൾ മിതത്വത്തോടെ പെർഫോം കാഴ്ചവെച്ചിരിക്കുന്ന 2 മണിക്കൂർ താഴെയുള്ള ഒരു കുഞ്ഞു ഫീൽ ഗുഡ് സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. ലവ്ഡ് ഇറ്റ്.